പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ പുറത്തു വന്ന ദിവസമായിരുന്നു ഇന്ന്. പ്രതികൾ നടത്തിയത് ക്രൂരമായ കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ട്. വടി ഉപയോഗിച്ച് തലയ്ക്കും കൈക്കും മർദ്ദിച്ചു. അതേസമയം രാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായി. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിലാണ് ഈ വിഷയത്തിൽ ധാരണയായത്. വാളയാർ അട്ടപ്പള്ളത്ത് നടന്നത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. സംഭവത്തിൽ 5 പ്രതികളെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ പ്രതികൾ അതിക്രൂരമായിട്ടാണ് രാംനാരായണനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ്. അതിൽ ഒരു പ്രതി വടി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ തലയ്ക്കും മുതുകിനും കൈക്കുമൊക്കെ അടിച്ച് പരിക്കേൽപ്പിച്ചു. മാത്രമല്ല മറ്റു പ്രതികൾ ചവിട്ടിയും ഇടിക്കുകയൊക്കെ ചെയ്തു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രതികൾ രാംനാരായണനെ മർദ്ദിച്ചതെന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിക്രൂര ഒരു കൊലപാതകം തന്നെയാണ് പാലക്കാട് അട്ടപ്പള്ളത്ത് നടന്നതെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ ബംഗ്ലാദേശിയാണോ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇയാളെ മർദ്ദിക്കുന്നതൊക്കെ തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ വരുന്നത്. ഈ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇനി കൂടുതൽ വകുപ്പുകൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചേർക്കും. SC/ST വകുപ്പുകൾ അടക്കം ആഡ് ചെയ്യുമെന്നുള്ളതാണ് പാലക്കാട് SP വ്യക്തമാക്കിയത്. ഇതിലെ ഒരു SIT ഫോം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു DYSP ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു 10 മെമ്പറിന്റെ ഒരു SIT ആണ്. അത് എന്റെ ഡയറക്ട് സൂപ്പർവിഷനിലാണ്. മറ്റു ആളുകളുടെ പങ്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ കോൺഫിഡന്റ് ആണ്. വിഷയം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി കെ രാജനും വ്യക്തമാക്കി. ഏതായാലും 10 ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ കുടുംബം രാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുണ്ട്. അവർ മൃതദേഹം ഏറ്റുവാങ്ങുകയും ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയിൽ 10 ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു. ബന്ധപ്പെട്ടവർ അഭിപ്രായം രേഖപ്പെടുത്തി. അക്കാര്യം ആ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യവും സഹായവും ചെയ്തു കൊടുക്കും എന്ന് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.